വെബ് സീരീസുകളൊക്കെ കാണും ഒരു വെബ് സീരീസ് മറ്റേ ഇതാണ് എന്താ മറ്റേ ബ്രേക്കിംഗ് പാഡ് അല്ലേ? അതൊക്കെ കിട്ടില്ല. ബ്രേക്കിംഗ് ബാഡ് ഒക്കെ ശരിക്കും ആക്ടർ എന്നുള്ള രീതിയിൽ കാണേണ്ട ഒരു പിന്നെ ഇതാ. ഉണ്ട്. പിന്നെ ഇപ്പൊ അടുത്ത് കണ്ടില്ല, ആ സമയത്ത് ഇറങ്ങിയ വെബ് സീരീസ് 2-3 കണ്ടിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസ് പിന്നെയുണ്ട് ആ സമയത്ത് ഇറങ്ങി അയാളുടെ അഡ്വക്കേറ്റിന്റെ ഒരു വെബ് സീരീസ് ഇല്ലേ, ബെറ്റർ കോൾ സോൾ. സുധീഷന്റെ ഇപ്പത്തെ അവസ്ഥക്ക് ചൂസ് ചെയ്യുന്ന റോളുകൾക്ക് കാണാൻ പറ്റിയ സീരീസുകൾ അതൊക്കെ. അതായത് സുധീഷനൊക്കെ അങ്ങനത്തെ വേഷങ്ങളൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. അതെ, പ്രയോഗിക്കാൻ പറ്റും. അത് എപ്പോഴെങ്കിലൊക്കെ പറ്റുമായിരിക്കും, സംഭവിക്കാം. നല്ല ഡയറക്ടേഴ്സ് വരണം, ചെയ്യാം. ഇപ്പൊ വേഷങ്ങളായിട്ട് വരുന്ന ആളുകളുടെ ഒരു ആവശ്യമായിട്ട് എന്താ സുധീഷേട്ടൻ മനസ്സിലാക്കുന്നത്? സുധീഷേട്ടൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നാ തോന്നുന്ന ഒരു ഡയറക്ടറോ റൈറ്ററോ സമീപിക്കുമ്പോ? ഇപ്പോഴോ? അപ്പൊ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ മമ്മൂക്ക ഒരു അനിയനാണെങ്കിൽ നീ പെർഫെക്റ്റ് ആണ്, അവിടെ പോയി നിന്ന് ബിഹേവ് ചെയ്താൽ മാത്രം മതി, അതൊരു എളുപ്പമായിരുന്നു. സുധീഷ് എന്നുള്ള നടന്റെ ഒരു എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ ഒരു കോളേജിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ അതൊരു എളുപ്പം ഉണ്ടായിരുന്നു. ഇപ്പൊ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും എന്താ സുധീഷേട്ടൻ പ്രതീക്ഷിക്കുന്നത്? കൂടുതലായിട്ട് ഈ അടുത്ത കാലത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എന്താ ഒരു പാവപ്പെട്ട അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കുറച്ച് അധികം ഇടയ്ക്ക് വന്നിരുന്നു. പല ആൾക്കാരെ വിളിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അത് കുറച്ച് മാറിയിട്ടുണ്ട് ഇപ്പൊ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ധീരനിലെ ജോപ്പൻ എന്നെ വിളിക്കുന്നുള്ള കാര്യം. കാരണം അത്രയധികം കൗണ്ടേഴ്സും അത്രയധികം തിയേറ്റർ റെസ്പോൺസും വരേണ്ട ഒരു കഥാപാത്രമാണത്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ട് വിളിക്കുന്നുണ്ട് ക്യാരക്ടേഴ്സ്. അതാണ്. അപ്പൊ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 45 തൊട്ടിട്ട് ഒരു 65 വരെയുള്ള ഏജിലുള്ള കഥാപാത്രമാണ് കൂടുതലും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പല സ്വഭാവങ്ങളുള്ള രീതിയുണ്ട്, നെഗറ്റീവ് ആവാം ഒക്കെ. അപ്പൊ അതിനൊക്കെ മാറിയിട്ട് ഒരു ഡിഫറെന്റ് ലുക്കില് ഒരു പരിപാടി ചെയ്യാൻ പറ്റി ധീരനില്. അതെനിക്ക് സത്യം പറഞ്ഞാൽ അത് കഥ കേട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ കഥാപാത്രത്തെ പറ്റി കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. പിന്നീട് അവിടെ ലൊക്കേഷനിൽ ചെന്നിട്ട് ആ രൂപം അങ്ങനെ ആക്കിയെടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞാൻ അതിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആയി എന്നുള്ളതാണ് സത്യം. സത്യമായിട്ടും കാണുമ്പോൾ നമുക്ക് പണ്ടൊക്കെ ഈ മാമുക്കോയസോറും അല്ലെങ്കിൽ പപ്പു ഒക്കെ ചെയ്യുന്ന വേഷങ്ങളുണ്ടല്ലോ, അതിനെ മൊത്തത്തിൽ ആവാഹിച്ചെടുത്ത് ചെയ്ത പോലെയാണ് തോന്നുന്നത്. കാരണം അവരാണല്ലോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നത്. അതായത് പകല് മൊത്തം എന്തെങ്കിലും ജോലി ചെയ്യുന്നു, രാത്രി വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അവരുടെ പരിപാടി. അത് നമ്മുടെ 80s അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ പുതിയൊരു വേർഷനാണ് നമ്മളിവിടെ കാണുന്നത്. മാത്രമല്ല അയാൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങളില്ല, അയാൾക്ക് ഒരു കുടുംബം ഇല്ല, അയാൾ ഇങ്ങനെ ആസ്വദിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ടേംസിൽ. അതെ അതെ, ഹാപ്പിയാണ്. പിന്നെ ഈ കള്ളൻ വേഷങ്ങൾ എനിക്ക് അത്ര പുത്തരിയൊന്നും അല്ല. ആധാരത്തിൽ തുടങ്ങി. പിന്നെ വേറെ പ്രധാനപ്പെട്ട സിനിമയാണ് ചെപ്പടി വിദ്യ എന്നുള്ള സിനിമ. അതിനും മോഷണം ഒരു കലയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീനിയേട്ടൻ്റെ കൂടെ കൂടുന്നതാണ്. അപ്പൊ അങ്ങനെ വേഷങ്ങൾ, കള്ളൻ വേഷങ്ങൾ അങ്ങനെ ഒരു ബാക്കിൽ കിടക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കള്ളൻ വരുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കള്ളൻ. അപ്പോൾ അതിന്റെ കൂടെ ജോളി അടിച്ച് നടക്കാം, അതിന്റെ കൂടെ അല്പം മോഷണങ്ങളാവാം, അതാരും അറിയാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു സംഭവം. ഇതിൽ ഈ പടത്തിലൊരു പരിപാടി ഉണ്ട്, അതിന്റെ ആരും അറിയുന്നില്ല. നമ്മൾ അവസാനം പറയുന്നുണ്ടല്ലോ. എന്നാലും എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്യുന്നുണ്ട് ഒരു നടൻ എന്നുള്ള രീതിയിൽ എണ്ണയൊക്കെ തേച്ച് കക്കാൻ ഇറങ്ങുന്ന ഒരു സുധീഷ് എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കക്കാൻ ഇറങ്ങി ഞാനോ? അല്ല, കഥാപാത്രമായിട്ട് അല്ല, കഥാപാത്രങ്ങൾ ഇപ്പൊ ഏതൊക്കെയാ വരെയെന്ന് പറയാൻ പറ്റൂല. എണ്ണയൊക്കെ തേച്ച് ഇറങ്ങുന്ന ഒരു സീന് ബാലേട്ടനിലുണ്ടായിരുന്നു. അങ്ങനെ ആ സിറ്റുവേഷൻ എന്തായിരുന്നു? അതായത് അത് ലാലേട്ടൻ എന്റെ പോക്കറ്റ് അടിക്കുന്നു. അവിടെ ചെറിയൊരു കള്ളൻ ലാലേട്ടനാണ്. കാരണം പുള്ളി അങ്ങനെ ജീവിതം അങ്ങനെയാണല്ലോ. പുള്ളി പിന്നെ എല്ലാരും സഹായിച്ച് കിടക്കുന്ന ഒരു ബാലേട്ടനാണല്ലോ. അപ്പൊ പുള്ളിയുടെ സ്വന്തം ചെലവിന് പുള്ളിയുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല. അപ്പൊ അനിയന്റെ പോക്കറ്റിൽ പതുക്കെ എടുക്കുന്നത്. അപ്പൊ എണ്ണ കഴിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് പുള്ളി പതുക്കെ അപ്പുറത്ത് ഒരു എടുക്കുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഓർമ്മ വന്നു ഇതിൽ എണ്ണ കഴിച്ച് അഭിനയിക്കുന്ന സമയത്ത്. സിനിമയുടെ അകത്ത് ഏറ്റവും അധികം ഹൈലൈറ്റ് ആയിട്ട് ആളുകൾ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി പറയുന്ന ഒരു ഏരിയയാണ് ഈ അശോകൻ ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻസ്. ഇതിൽ എടുത്തു പറയേണ്ടത് അശോകൻ ചേട്ടൻ നിൽക്കുക തന്നെ അമരത്തിനെ നിന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, മുഴുവൻ സ്വാതന്ത്ര്യം എടുത്തിട്ട്. ഇതില് മറ്റൊരു ആകസ്മികത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അശോകൻ ചേട്ടന്റെ ചെറുപ്പകാലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുധീഷേട്ടൻ ഒഫീഷ്യലി മലയാള സിനിമയിലേക്ക് വരുന്നത്. അങ്ങേരുടെ ഒരു ഹാപ്പി ടൈം എൻജോയ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ആ സിനിമ മൊത്തം തോന്നിയത്. നിങ്ങൾ നമ്മളുടെ കെമിസ്ട്രികളും അല്ലെങ്കിൽ പറയുന്ന കൗണ്ടറുകളും പലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രസം പോവും. അത്രയും രസകരമായിട്ടുള്ള കൗണ്ടറുകളാണ്. അതിന്റെ മറ്റൊരു പാർട്ട് എന്താ വെച്ചാൽ നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അശോകൻ ചേട്ടനും സുധീഷ് ചേട്ടനും ഉണ്ടാക്കിയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഒരു സ്വഭാവം വെച്ച് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എങ്ങനെ ഈ ഗിവ് ആൻഡ് ടേക്ക് സാധിക്കുന്നത്? അശോകേട്ടനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ആത്മബന്ധമുണ്ട്.
അത് ഒന്നാമത് എൻ്റെ ആദ്യത്തെ സിനിമ അശോകേട്ടൻ ചെറുപ്പക്കാരായിട്ട് അഭിനയിക്കുന്നു. അപ്പം ഞാൻ ആദ്യം കാണുന്ന സിനിമാ നടന്മാരിൽ ഒരാളാണ് അശോകേട്ടൻ. മമ്മൂക്ക ശോഭനയൊക്കെ ഉണ്ടായിരുന്നത്, പക്ഷെ അശോകേട്ടനും അതിന് മെയിൻ റോളാണ് ചെയ്യുന്നത് അനന്തരത്തിൽ. അപ്പം അങ്ങനെ ഒരു ആരാധനയും, പിന്നെ അതേപോലെ തന്നെ അടൂർ സാറിൻ്റെ പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ട് എന്താണെന്നറിയില്ല എപ്പോഴും ഒരു ആത്മബന്ധമുണ്ട്. അശോകേട്ടൻ എപ്പോഴും എൻ്റെ അച്ഛനെ കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ എപ്പോഴും അറിയാം, എപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പുള്ള, പിന്നെ ഒരു എന്താ പറയുക, അശോകേട്ടൻ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ നമ്മളൊരു സിനിമ വിട്ടിട്ട് നമ്മൾ പുറത്തുള്ള ടോക്ക് അല്ലാതെ, ഫ്രീ ടോക്ക് അല്ലാതെ നമുക്കൊരു റിലേഷൻഷിപ്പ് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് സ്നേഹം ഫീൽ ചെയ്യും, ഒരു ഫാമിലി മെമ്പർ പോലെ ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയാണ് ഏട്ടനും ഇതിനായിട്ട് അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഗിവ് ആൻഡ് ടേക്ക് സംഭവിച്ചത്. പിന്നെ സെറ്റ് അങ്ങനെ ആയിരുന്നല്ലോ, അവിടെ എല്ലാവരും ബ്രദേഴ്സ് പോലെ തന്നെ, മനോജ് ചേട്ടനും ജഗദീഷനൊക്കെ അറിയാലോ. അപ്പൊ അങ്ങനെ ഒരു എല്ലാവരും നല്ല രീതിയിലായിരുന്നു. അപ്പൊ അങ്ങനെ സംഭവിച്ചാണത്. ശരിക്കും ഈ ജോപ്പന്റെ തൊഴിലായിട്ട് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവത്ത്? കാരണം അയാൾ ചെയ്യാത്തതായിട്ടൊന്നുമില്ല. അയാൾക്ക് പാർട്ട് ടൈം ആയിട്ട് അയാൾക്ക് വാറ്റുന്ന പരിപാടി ഉണ്ട്. അയാള് അത് ചിലപ്പോ സ്ക്രാപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണോ അത് അയാൾ എവിടെന്നെങ്കിലും അടിച്ചാറ്റാണോന്ന് അറിയില്ല. ആദ്യമായിട്ടൊരു ഭണ്ഡാരത്തിന് പൈസ ഇട്ടിട്ട് സ്വന്തം വീട്ടിലൊരു ഭണ്ഡാരം വെച്ചിരിക്കുക അയാള്. അതിനെ ഭയങ്കര ഭക്തിപൂർവ്വം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾക്ക് അത്യാവശ്യം തെങ്ങേറ്റം അറിയാം, അത്യാവശ്യം കുറെ കാര്യങ്ങൾ അറിയാം. എന്താ ശരിക്കും ക്യാരക്ടറിനെ പറ്റി, ക്യാരക്ടർ ഡിസൈൻ എന്നുള്ള രീതിയിൽ ജോപ്പൻ എന്താന്നാ പറഞ്ഞു തന്നിട്ട്? അല്ല, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് എൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ട്. ഡോക്ടറായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേറെ നോക്കുന്നത് എന്താണ്, മറ്റേ വാറ്റ് തിളച്ചിട്ടുണ്ടോ നോക്കുന്നത്. അപ്പൊ ചിരിയുണ്ട്. അത് കൂടാതെ തൊട്ട മുമ്പത്തെ ഒരു സീറ്റ് ഒരാൾ, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ, സാധ്യത നല്ലൊരു ഐഡിയ ആണല്ലോ പരിപാടി. എനിക്ക് തോന്നുന്നു അയാൾ ഡോക്ടറാണോ സംശയമുണ്ട്, ഒറിജിനൽ ഡോക്ടറാണോ സംശയമുണ്ട്. അങ്ങനൊക്കെ ഒരു എന്താ പറയുക, ഞാനും ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നത്. പടത്തിൽ തന്നെ ആ വീടിന്റെ സീൻസ് കാണിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് കാര്യങ്ങൾക്കാണ്. നമ്മളെ ബേക്കറിയിലുള്ള പിന്നെ കണ്ണാടി ഫ്രിഡ്ജാണ് നമ്മൾ ഡ്രസ്സ് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനകത്ത് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. നമ്മുടെ അലമാര എന്ന് പറയുന്നത് അതാണ്. ബേക്കറി കോൾഡ് സ്റ്റോറേജിന്റെ ആ ഫ്രിഡ്ജ് ഇല്ലേ, അതാണ് നമ്മുടെ അലമാരയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഐഡിയാസ് ഉള്ള ആളാ ജോപ്പൻ. ചില്ലറക്കാരനല്ല, ഒരു എന്താ പറയാ ക്രിയേറ്ററും കൂടിയാണ് പുള്ളി. ഇതില് ആ കോസ്റ്റ്യൂംസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് മൊത്തം അയാളുടെ ആ സെലിബ്രേഷൻ കൂടെ അയാളുടെ ഷർട്ടിൽ കാണാം, ഈ കളങ്കളം അബ്സ്ട്രാക്ട് ഡിസൈൻ ഷർട്ട്സ്. അതൊക്കെ അടിച്ചു മാറ്റിയല്ലേ, ഇത് എവിടുന്ന കിട്ടുന്ന അറിയില്ലല്ലോ ഷർട്ടൊക്കെ. അപ്പൊ ഉള്ളതൊക്കെ അയാൾക്ക് യോജിച്ച ഷർട്ടൊന്നും ഇടുക എന്നുള്ളതല്ല, നല്ല കളർഫുൾ സാധനം കണ്ട അടിച്ചു മാറ്റുക. അതൊന്നും കാണിക്കുന്നില്ല പടത്തില്. അതായിരിക്കും പുള്ളിയുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിച്ച് മനസ്സിലായി. മാത്രമല്ല അൺസൈസ് ആയിരിക്കും പലപ്പോഴും ഷർട്ടൊക്കെ, അങ്ങനെയുണ്ട് ചിലതൊക്കെ. സൈസ് നോക്കിയിട്ട് കടയിൽ പോയി വാങ്ങുന്ന ആളല്ലല്ലോ. ആ സന്ദർഭത്തിന് ഒട്ടും യോജിക്കാത്ത കൗണ്ടറുകൾ പറയുന്നുണ്ട് ജോപ്പൻ. എനിക്ക് ഇടയ്ക്കൊക്കെ പണ്ട് ശ്രീനിവാസൻ സിനിമകളിലെ ചില കഥാപാത്രങ്ങളെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അത്രയധികം തണുപ്പത്ത് നിൽക്കുമ്പോ ഒരാൾ എണ്ണ വെച്ചിട്ട് പറയണം, എന്താ എണ്ണ വെച്ചിട്ട് ഒന്ന് കുളിക്കാറിയതാ. അതിനെക്കാട്ടും കൗണ്ടർ എന്ന് വെച്ചാൽ ഷോർട്ടിൽ വേറെ പ്രത്യേകത ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്വെറ്റർ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നുണ്ടല്ലോ, എന്താ ഒന്ന് കുളിക്കാറിയത് ഭയങ്കര ചൂടേ, അപ്പൊ മറ്റേ സ്വെറ്റർ ഇട്ട് രണ്ടുപേരും തുടങ്ങിയിട്ട് ആ ഷോട്ടിന് പ്രത്യേകതയാണ്. നമ്മളെ പെർഫോമൻസിന് മാത്രമല്ല, അവിടെ ആൾക്കാർ ചിരിച്ചു ആ ഷോട്ട് കണ്ടിട്ട്. നോക്കുന്നുണ്ട്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് സ്വെറ്റർ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന രണ്ട് പ്രായമുള്ള ആൾക്കാർ. അവർ അത്രയധികം പ്രശ്നത്തിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോ നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഹ്യൂമർ അത് മറ്റേ ഇതിന്റെ അറിയാലോ. അതെ അതെ, എന്താണ് ആ പ്രശ്നം, ആ ഡയലോഗിന്റെ ഒരു പ്രത്യേകത അറിയാലോ. മറ്റേ പറഞ്ഞിട്ടുണ്ടല്ലേ, അതേപോലെ ചെയ്യാനിട്ടാ. അതുപോലെ കഴിഞ്ഞാല് റിപ്പീറ്റേഷൻ ആവും. പിന്നെ ജോപ്പൻ അങ്ങനെ ചെയ്യില്ലല്ലോ. ജോപ്പൻ അങ്ങനെ സിനിമയൊക്കെ കണ്ട് അങ്ങനെ വാച്ച് ചെയ്ത് പറയുന്ന ഒരാളൊന്നും അല്ല. അയാൾ സ്വാഭാവികമായിട്ട് പറഞ്ഞാണ്, പക്ഷെ അതിന്റെ ഉദ്ദേശിച്ചത് മറ്റേ സംഭവമാണ്, മനസ്സിലാക്കലല്ലേ. ഇപ്പൊ സിനിമാ സർക്കിളുകളിൽ അറിയുന്ന ആളുകൾക്ക് അറിയാം, സുധീഷ് ചേട്ടൻ എപ്പോഴും ഒരു മാന്യനായ മനുഷ്യനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സൽപ്പേരുണ്ട്. പക്ഷെ ഇതിനകത്ത് ആ പേരിന് യോജിക്കാത്ത പ്രവർത്തികളൊക്കെയാണ് ചെയ്യുന്നത്. അതായത് ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ പുറത്താക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യം, ഒരു കടയിൽ പോയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിലെ ഒരു യാത്രയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് അതിനെ വേറൊരു സാധ്യതയായിട്ട് മനസ്സിലാക്കിയിട്ട് അയാൾ വേറെ ചില പാനീയങ്ങളൊക്കെ കൊണ്ടുവരിക. എനിക്ക് മൊത്തമായിട്ട് പറയാൻ പറ്റില്ല. ഇത്രയും അലമ്പുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടോ, അതോ ഇത് ഇമാജിനേഷൻ ആയിരുന്നോ? ഉടനീളമൊന്നും കണ്ടിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാർ ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്.